ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു തന്നതാണ്. നമ്മൾ 2 മാസം മുമ്പ് ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ്. അന്ന് ജനറൽ സർവീസ് അന്ന് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത് നമുക്ക് ബാറ്ററിയുടെ പ്രോബ്ലം ആയിരുന്നു, സെൽഫ് എടുക്കണ്ടായില്ല. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ആയിരുന്നത്. അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടുവന്നു. സെൽഫ് ബാക്കി ഭാഗങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ കാർബേറ്ററിനകത്താണ് കംപ്ലൈൻറ്റ്. കാരണം വണ്ടിക്ക് ഓട്ടം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാർബേറ്ററിനകത്ത് വരുന്ന ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന യൂണിറ്റാണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അലുമിനിയം മെറ്റീരിയലാണ്. അത് ശരിക്കും ഈ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എത്തനോൾ മിക്സിങ് കൂടുതലാണ്. 20% എത്തനോളാണ് ഇപ്പോഴത്തെ പെട്രോളുകളിൽ. E20 പെട്രോൾ എന്ന് തന്നെ പറയണേ. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നമുക്ക് അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് അടയും തുറക്കുകയും ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് കാർബറേറ്ററിലേക്ക് പെട്രോൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ ചില സമയങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് ഈ പറഞ്ഞ കംപ്ലൈൻറ്റിൻ്റെ കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ തുറന്നു വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പെട്രോൾ നിറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ പോയി അടയണം. ഇനി അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ കുറയുന്നതിനനുസരിച്ച് തുറന്നു വരണം. ആ ഒരു ഫംഗ്ഷൻ ശരിക്കും ഇതിനകത്ത് കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ വർക്ക് ചെയ്യണില്ല. കാരണം പറയാൻ കാരണം വെച്ചാൽ ഇത് ശരിക്കും വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഭാഗമാണ്. അതിപ്പോൾ ശരിക്കും ഒരു ഫംഗസ് പിടിച്ച ഒരവസ്ഥയിൽ ക്ലാവൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആവുന്ന സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതാണ് പെട്രോളിനകത്തേക്ക് കാർബറേറ്ററിൻ്റെ ഈ റിസർവ് ചേമ്പറിലേക്ക് വന്നില്ല. അപ്പോൾ അതിനകത്ത് വന്ന് നിന്നാലാണ് കറക്റ്റ് വണ്ടി നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് പെട്രോൾ ഇറങ്ങി ചെല്ലുകയും വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് നിലവിൽ അതിൻ്റെ പ്രശ്നമാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചേക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ജനറൽ സർവീസ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് കാർബറേറ്റർ ക്ലീനിങ് ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് അന്ന് ഫീൽ ചെയ്യണില്ല. കാരണം ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വന്നാലും നമുക്ക് ഏകദേശം 1,500 നമുക്ക് ചിലവ് തന്നെ കേസാണ്. കാരണം ഫ്ലോട്ട് വാൽവും കാർബറേറ്ററൊക്കെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ഫ്ലോട്ട് വാൽവ് സ്ലോ ജെറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റിയിടണം. അതൊക്കെ ഉള്ളതുകൊണ്ട് പരമാവധി വേറെ പ്രോബ്ലംസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ അഴിപ്പിക്കാറില്ല. പക്ഷേ ഇത് ശരിക്കും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അഴിച്ചു നോക്കുമ്പോഴാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്തിടേണ്ടത് ഈ ഐറ്റം എന്തായാലും നമുക്ക് മാറണം. കാരണം ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലോ ജെറ്റും ചെറിയൊരു ബ്ലോക്കായ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി മാറ്റിയെടുക്കേണ്ടി വരും. ഇത് ഏകദേശം ഒരു 100 താഴേക്ക് നമുക്കിതിന് ചിലവ് തന്നെ ഉള്ളൂ. ഈ വന്ന ഐറ്റത്തിന് ഏകദേശം ഒരു 200 രൂപ അടുത്ത് നമുക്ക് ചിലവ് തന്നെ ഉണ്ട്. 200, 260 അങ്ങനെ എന്തോ റേറ്റ് തന്നെ. അത് നോക്കണം. ഏകദേശം ആ റേഞ്ചിലാണ് അതിൻ്റെ എമൗണ്ട് വരാം കേട്ടോ. പിന്നെ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേ വെച്ചിട്ട് വേണം മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട്. ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് പിടിച്ച ഒരു അവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലത്തെ സിറ്റുവേഷൻ. കാരണം വെച്ചാൽ ഈ കാർബറേറ്റർ എന്ന് പറയുന്നതും ഒരു അലുമിനിയം ബോഡിയാണ്. അലുമിനിയാണ് അതിൻ്റെ മെറ്റീരിയൽ. ഇതിനകത്ത് ആ വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യാൻ കഴിവുള്ള എത്തനോൾ എന്ന് പറഞ്ഞൊരു മിക്സിംഗ് ഉള്ള പെട്രോളിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ്. ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഐറ്റംസ് അതിന് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചാണ് കേട്ടോ. 2 രീതിയിലാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കുക. ഒന്ന് ഇത് വണ്ടി പെട്രോൾ ഇറങ്ങാത്ത രീതിയിൽ ഇത് കാണിക്കും, അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് കാണിക്കും. അതല്ലെങ്കിൽ വന്നതെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോവുക. അതായത് കൃത്യമായിട്ട് ഇതിപ്പോൾ ശരിക്കും തുറന്ന് വരാഞ്ഞതാണ് കംപ്ലയിൻറ്റ്. ചിലത് തുറന്ന് വന്നു കഴിഞ്ഞാൽ അടയാതെ വരുമ്പോൾ പെട്രോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ പൈപ്പിൽ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെയും വന്നത് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അടിയിലും ശരിക്കും ഒരു പൂപ്പലായി പിടിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഈ പറഞ്ഞ 2 ഐറ്റംസ് ഒന്ന് മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക. വണ്ടി റെഡി ആയിക്കോളും, പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെയും റിപ്പീറ്റ് ഓവർഫ്ലോ അതല്ലെങ്കിൽ ഇതേപോലെ വല്ല മിസ്സിങ്ങോ അതല്ലെങ്കിൽ ഇതേപോലെ വീണ്ടും സെയിം സിറ്റുവേഷനാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റമാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഒരു ടൈമിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. പിന്നീട് റിപ്പീറ്റ് വീണ്ടും പ്രശ്നം കാണിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എൻ്റെ എസ്റ്റിമേറ്റ് വന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നിലവിൽ അതാണ് എൻ്റെ ഇപ്പോൾ കാണിച്ച സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണം. അതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് സെൽഫ് കാണിക്കും, സ്പാർക്ക് പ്ലഗ് പോയാലും കാണിക്കും, കാർബറേറ്റർ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് കൊണ്ട് കാണിക്കും. അങ്ങനെ പല റീസണായിരിക്കും, കാരണങ്ങൾ പലതായിരിക്കും. പക്ഷേ ലക്ഷണം ഒന്നും ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ട് ആവുള്ളൂ എന്നുള്ളത്. അന്നത്തെ പ്രശ്നം നമുക്ക് സെൽഫ് എടുക്കാത്തത് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ച വണ്ടി ഓക്കെയാണ്, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് കാണിച്ച പ്രോബ്ലമാണ് ഈ സംഭവം. ഇതിപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഉപയോഗം കുറവാണ്, ഉപയോഗിക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇടയ്ക്കെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനം നോക്കാം. കുറച്ചെങ്കിലും ഓടാണെങ്കിലാണ് അത് നിൽക്കുള്ളൂ.
അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വൈകിട്ടത്തേക്കാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തേക്കാം കേട്ടോ.